നമ്മളിന്ന് പഠിക്കുന്നത് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളിന്ന് പഠിക്കുന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ നമ്മളിന്ന് വായിക്കുകയാണ്. എത്ര പേർക്ക് ഈ വചനം വായിച്ചാൽ മനസ്സിലാകും എന്ന് നോക്കണം. എത്ര പേർക്ക് മനസ്സിലാകും ഈ വചനം വായിച്ചു? അതായത് ഇത്രയേ ഉള്ളൂ. ഈ വചനം ഒന്ന് എടുക്കുക, നിങ്ങളത് വായിക്കുക. ഈ രാത്രിയിൽ നിങ്ങൾ ഈ ക്ലാസ് തീരുന്നത് വരെ, ഞാൻ പെട്ടെന്ന് എടുത്ത് തീർക്കാം, തീരുന്നത് വരെ നിങ്ങളിരുന്നാൽ ഈ വചനത്തിൻ്റെ യഥാർത്ഥ രൂപം, ഭാവം നിങ്ങൾക്ക് വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഈ ക്ലാസ് തീരുന്നത് വരെ കേട്ടോണ്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ എന്താണ് പൗലോസ് ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് വെളിപ്പെടും. ആദ്യമേ ഈ വചനം വായിക്കും. എത്ര പേർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്? ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ഇതിൻ്റെ കറക്റ്റ് അർത്ഥം നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ട്രൈ. ഈ വായിച്ചു കേട്ട വചനം എത്രമാത്രം മനസ്സിലായി? ഞാനൊരു സംഭവ കഥയിലൂടെ തുടങ്ങി. പല ആൾക്കാർക്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ സാധിക്കും. ഞാൻ പണ്ട് കൊലപാതകിയായിരുന്നു. ഞാൻ പണ്ട് അനേകം പേരെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയിട്ടുണ്ട്. ഞാൻ നക്സലായിരുന്നു. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ അവരെല്ലാം പറയുന്നു, ഞാനിന്ന് ഈശോയെ തിരിച്ചറിഞ്ഞു, ഈശോയെ പ്രഘോഷിക്കുന്നു. ചില വ്യക്തികൾ പറയുന്നത്, ഞാൻ ഇത്ര പേരെ കടാരയ്ക്ക് കുത്തിയിട്ടുണ്ട്, ഇത്ര പേരെ ഞാൻ കൊന്നിട്ടുണ്ട്. ഇങ്ങനെല്ലാം പലരും പലത് പറയുന്നുണ്ട്. പക്ഷേ ഇവരിതൊക്കെ പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ചിലത് നമ്മൾ മനസ്സിലാക്കേണ്ടി. എന്താണ് ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ? ഒന്നാമത്തത്, ഒരാൾ കൊലപാതകം ചെയ്താൽ 2 തരത്തിലാണ് ശിക്ഷ. ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് നിയമപ്രകാരമായി, ന്യായപ്രമാണ പ്രകാരമായിട്ടുള്ള ശിക്ഷയുണ്ട്. രണ്ടാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് അതാത് താമസിക്കുന്ന രാജ്യങ്ങളുടെ ശിക്ഷയുണ്ട്. അപ്പോൾ ഇതിൽ രാജ്യങ്ങളുടെ ശിക്ഷ, ന്യായപ്രമാണത്തിൻ്റെ ശിക്ഷ, ഈ 2 ശിക്ഷയിലൂടെയാണ് ഒരു വ്യക്തി ജീവിതം, വിശ്വാസികളായ ഒരു വ്യക്തികളുടെ ജീവിതം പോകുന്നത്. അപ്പോൾ ഇവർ ജയിൽവാസം കഴിഞ്ഞ്, ഇവർ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന് യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഇവർ സ്വീകരിച്ചു. ഇവർ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം ഇവർക്ക് സുഖകരമായിരിക്കുമോ? ഇവർക്ക് എല്ലാം കർത്താവ് കൊടുക്കുമോ? ഇവരുടെ പാപങ്ങളെല്ലാം കർത്താവ് പൊറുക്കുമോ? ഏതെങ്കിലും കണ്ണുനീർ ഇവരെ പിന്തുടരുമോ? ഇത് നമ്മൾ മനസ്സിലാക്കണം. പലരും പറയും, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പാപിയായിരുന്നു, ഒരുപാട് നിരീശ്വരവാദിയായിരുന്നു, ഈശോയെ തെറിവിളിച്ചു, ഞാൻ ബൈബിൾ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്, ബൈബിളിനെതിരെ പാപം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അനേകം തവണ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. പക്ഷേ ഇതിൻ്റെ ഏതെങ്കിലും ശാപങ്ങൾ, ഇതിൻ്റെ ഏതെങ്കിലും കണ്ണുനീരുകൾ എന്നെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ടോ? എൻ്റെ പുറവെ ഇപ്പോഴും ഉണ്ടോ? ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട്, അതായത് പല പാപങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് പകരം എക്സാമ്പിളായിട്ട് കൊലപാതകം എന്ന് പറയുന്ന ഒരു പാപത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അതിൻ്റെ അകത്തുള്ള നിയമങ്ങളും അതിൻ്റെ അകത്തുള്ള സാധൂകരിക്കുന്ന അവസ്ഥകളും ബൈബിൾ നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്, ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി മോഷണമായിക്കൊള്ളട്ടെ, തിന്മയായിക്കൊള്ളട്ടെ, ശാരീരിക പാവങ്ങളായിക്കോട്ടെ, ഇമോറൽ ആയിക്കോട്ടെ, എന്തായിക്കൊള്ളട്ടെ, അതിനെല്ലാം ഇതുപോലെ ഇതേ വ്യവസ്ഥയിൽ ഓരോ വെർഷനുണ്ട്, ഓരോ അവസ്ഥകളുണ്ട്, ഓരോ ശിക്ഷകളുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞ് കർത്താവ് പറയപ്പെടുന്നത് പോലെയുള്ള കാര്യങ്ങൾ നീ ചെയ്താൽ ഒരുപക്ഷെ ഈ ക്ലാസ്സിന് ശേഷം നിനക്കൊരു ഉഗ്രം വിടുതൽ പ്രാപിക്കാൻ സാധിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ആദ്യമേ കൊലപാതകത്തെക്കുറിച്ചുള്ള നിയമത്തിൽ ആദ്യം ദൈവം പറയുന്നത് ഇതാണ്: ജീവൻ എടുക്കുന്നവൻ സ്വന്തം ജീവൻ നൽകണം. അതായത് ആരുടെയെങ്കിലും ജീവൻ നീ എടുത്താൽ സ്വന്തം ജീവൻ നൽകണം. എക്സാമ്പിളായിട്ട് അബോർഷൻ, കൊലപാതകം, ഇതെല്ലാം ഇതിൽ വരും. അതുപോലെ തന്നെ ആത്മഹത്യ, നിൻ്റെ തന്നെ ജീവൻ നീ എടുത്താൽ അതിനും നീ മരിച്ചു ചെല്ലുമ്പോൾ നിൻ്റെ ജീവൻ നൽകിക്കോണം. ഈ 3 കൂട്ടം കാര്യങ്ങൾ ഏതൊക്കെയാണ്? കൊലപാതകമുണ്ട്, ആത്മഹത്യയുണ്ട്, അബോർഷനുണ്ട്. ഈ 3 കൂട്ടം കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഈ ക്ലാസ് ശ്രദ്ധിക്കണം. ആത്മഹത്യ എന്ന് പറയുന്നത് സ്വന്തം ദൈവം നൽകിയ ജീവനെ നമ്മൾ തന്നെ കൊല്ലുന്നതിനെയാണ് ആത്മഹത്യ എന്ന് പറയുന്നത്.
ബൈബിൾ പ്രകാരം ജീവൻ നൽകിയത് ദൈവമാണ്. ആദത്തിന് ജീവശ്വാസം ഊതി ബൈബിൾ പ്രകാരം. ആ ജീവനെ തൊടുവാനോ എടുക്കുവാനോ മനുഷ്യന് അവകാശമില്ല, അവസരമില്ല. എന്ത് സഹനങ്ങളുണ്ടായാലും സഹിച്ചോണം. പക്ഷെ നിനക്ക് ദൈവം ദാനമായി നൽകിയ ജീവനെ എടുക്കാൻ ബൈബിൾ അനുവദിക്കുന്നില്ല. ഇതാണ് അതിൻ്റെ കാര്യം. ഇതാണ്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവൻ എടുക്കാൻ, അഥവാ നീ ജീവൻ എടുത്താൽ സ്വന്തം ജീവൻ ആരാണോ എടുക്കുന്നത് അവൻ അവൻ്റെ ജീവൻ കൊടുത്തോണം. പിന്നെ അവൻ്റെ ജീവനും വെച്ചുകൊണ്ട് അവന് ജീവിക്കാൻ പറ്റത്തില്ല. ഇതാണ് നിയമം. ഇപ്പോൾ ഒരുവൻ്റെ ജീവൻ എടുത്തതിന് ശേഷം ആരും അറിഞ്ഞില്ല, മറച്ചു വെച്ചു, ആരും അറിഞ്ഞിട്ടില്ല, രഹസ്യമായിട്ടാണ്, ഇതുവരെ ആർക്കും വെളിപ്പെട്ടിട്ടില്ല. അവൻ മറച്ചു വെച്ചാണ് അവൻ പോകുന്നത്. ഇത്രയും നാളായിട്ടും ഒരു മനുഷ്യന് പോലും പിടികൊടുക്കാതെ മറച്ചു വെച്ചാണ് പോകുന്നതെങ്കിൽ ദൈവസന്നിധിയിൽ അവനെ നോട്ടപ്പുള്ളിയാണ്. ദൈവം അവനെ വിധിക്കും. അവൻ്റെ ജീവനെ ദൈവം ചോദിക്കും, അത് വിലയായി ചോദിക്കും. ഹല്ലേലൂയ. ഉദാഹരണമായിട്ട് ഇപ്പം നമുക്കറിയാം, സുകുമാരക്കുറുപ്പ് ഒരു ജീവൻ എടുത്ത ഒരാളാണ്. അതും വൈഫ് ഗർഭിണിയായിരിക്കുന്ന സമയത്താണ്. ഗർഭിണിയായിരിക്കുമ്പോൾ അതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാൾ വണ്ടി ഇരുന്ന് കാറിൽ ഇരുന്ന് പറയുന്നുണ്ട്, എന്നെ കൊല്ലരുത്, എനിക്ക് കുഞ്ഞുങ്ങളുള്ളത്, എനിക്ക് കൊച്ചുങ്ങളെ കാണണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ പണത്തോടുള്ള അമിതമായ മോഹത്തോടും പ്ലാൻ ചെയ്തുള്ള കൊലപാതകവും കൂടെയാണ്. അയാളെ കൊന്നു കളഞ്ഞു. പക്ഷെ സുകുമാരക്കുറുപ്പിനെ പിന്നെ കണ്ടിട്ടില്ല. നമ്മൾ വിചാരിക്കും സുകുമാരക്കുറുപ്പ് ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു 72 വയസ്സുണ്ട് കണക്ക് പ്രകാരം, അല്ലെങ്കിൽ 75 വയസ്സുണ്ട്, ആ 80-നും 70-നും ഇടയിലുള്ള പ്രായമുണ്ട്, ഇന്ന് എവിടേക്കോ അയാൾ സുഖിച്ച് ജീവിക്കുന്നുണ്ട് എന്നൊരു ധാരണ പൊതുവെ നമുക്ക് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ പലരുടെ അഭിപ്രായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ബൈബിൾ പ്രകാരം ഒരിക്കലും അദ്ദേഹം ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. കാരണം അദ്ദേഹം ഒരു ജീവൻ എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അദ്ദേഹം കൊടുത്തേ പറ്റത്തുള്ളൂ. അത് ദൈവം എടുക്കും. ഒന്നുകിൽ രോഗം അയച്ച്, അല്ലെങ്കിൽ കഷ്ടത അയച്ച്. ദൈവം മനുഷ്യൻ ആരും പിടിച്ചില്ലേലും ദൈവം പിടിക്കും. ഇങ്ങനെ ഒരു നിയമം ബൈബിളിലുണ്ട്, നിങ്ങൾ അറിയത്തില്ല എന്നുള്ളത്. അതുകൊണ്ട് സുകുമാരക്കുറുപ്പിനെ കുറിച്ച് അന്വേഷിച്ച ഓഫീസേഴ്സ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അന്വേഷിച്ച് ചെന്നപ്പോൾ അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായപ്പോൾ അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ വരുന്നത് അറിഞ്ഞുകൊണ്ട് അവിടുന്ന് മാറി. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു, 24 മണിക്കൂറെ ജീവിക്കാൻ ഇനി സാധ്യതയുള്ളൂ. കാരണം അത്രമാത്രം ഹാർട്ടിൻ്റെ ബ്ലോക്കായിരിക്കുവാണ്. അതുകൊണ്ട് അധികം 24 മണിക്കൂറിന് അപ്പുറത്തോട്ട് പോകത്തില്ല, അതിനകത്ത് വെച്ച് എവിടെയെങ്കിലും കിടന്ന് മരിക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ട് കാണും. കാരണം ഇപ്പോൾ ഇത്രയും AI നിലനിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവിക്കാൻ എങ്ങനെയായാലും പിടിക്കപ്പെടും. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറയുന്നത് ബൈബിൾ പ്രകാരം അനുസരിച്ച് ഇപ്രകാരമാണ്. ശ്രദ്ധിക്കുക. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മൾ എടുക്കുമ്പോൾ, നമ്മളിത് പഠിക്കുന്ന എന്തിനാണ്? ആദ്യം നമ്മളൊരു വചനമെടുത്തു, റോമാക്കാർക്ക് എഴുതിയ ലേഖനമെടുത്തു. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വചനത്തിൻ്റെ പുറകെ വരുന്നത്. പുറപ്പാട് പുസ്തകം 20-12 വായിക്കുമ്പം ഇതാണ് പറയുന്നത്, കൊല്ലരുത് എന്ന്. പിന്നെ ബാക്കിയുള്ള 10 കൽപ്പനയുടെ നിയമം, അതിൽ കൊല്ലരുത് എന്നുള്ള ഒരു നിയമം 10 കൽപ്പനയിൽ ദൈവം നൽകിയിട്ടുണ്ട്. 10 കൽപ്പനയിൽ കൊല്ലരുത് എന്ന് പറയുന്ന ഒരു നിയമം കർത്താവ് നൽകിയിട്ടുണ്ട്. ഇത് ഇത്രയും നമുക്ക് മനസ്സിലായല്ലോ. 13-ാമത്തെ വാക്യമാണ്, 12-ാമത്തെ അല്ല, 13-ാമത്തെ വാക്യത്തിൽ കൊല്ലരുത് എന്ന് പറയുന്ന ഒരു നിയമം കർത്താവ് നൽകിയിട്ടുണ്ട്. 10 കൽപ്പനയിൽ കൊല്ലരുതെന്ന് പറയുന്ന ഒരു നിയമം കർത്താവ് നൽകിയിരിക്കുന്നു. നിങ്ങൾ ഇത്രയും ശ്രദ്ധിക്കുക. ഇനി കൊന്നു കഴിഞ്ഞാൽ അത് കൽപ്പന ലംഘനമായിട്ട് കണക്കൂട്ടപ്പെടും. ഇനി കൊന്നു കഴിഞ്ഞാൽ കൽപ്പന ലംഘനമായിട്ട് കരുതപ്പെടും. പ്രൈസ് ലോർഡ്. ഇനി ശ്രദ്ധിക്കുക, 2 തരത്തിലുള്ള കൊലപാതകങ്ങൾക്ക് 2 തരത്തിലാണ് ദൈവശിക്ഷ വിധിച്ചത്. അതാണ് നോട്ട് ചെയ്യേണ്ടത്. എന്നാലേ നമ്മുടെ ആത്മീയമായിട്ടുള്ള ശിക്ഷാവിധികളുണ്ട്, അത് പഠിക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ശാരീരിക ശിക്ഷയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നെങ്കിൽ, അതാത് താമസിക്കുന്ന രാജ്യങ്ങളിൽ ലഭിക്കുന്നെങ്കിൽ, ആത്മാവിന് വേറെ ശിക്ഷയുണ്ട് ഇതേ പാപം ചെയ്യുമ്പോൾ. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 തരത്തിലെ കൊലപാതകങ്ങളെക്കുറിച്ചും ബൈബിൾ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഒന്നാമത്തെ തരമെന്ന് പറയുന്നത് കരുതിക്കൂട്ടി കൊല ചെയ്യുക എന്ന് പറയും. നേരത്തെ പ്ലാൻ ചെയ്തു, ദിവസങ്ങൾ നിശ്ചയിച്ചു, ഡിസൈൻ ചെയ്തു, അങ്ങനെ വളരെ കരുതിക്കൂട്ടിക്കൊണ്ട് കൊലപാതകം ചെയ്യുന്ന രീതി ഒന്ന്. രണ്ടാമത് ചതിച്ചു കൊല്ലുക. സ്നേഹത്തോടെ വിളിച്ചു കൊണ്ടുപോയി ആരുമില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ ചതിച്ചുകൊണ്ട് കൊല ചെയ്യുക. അപ്പോൾ വരുന്ന ആൾ സ്നേഹത്തോടെ വന്നതാണ്, കൊല ചെയ്യപ്പെടാനാണെന്ന് അയാൾ അറിയുന്നില്ല. അയാൾ
സ്നേഹിച്ചുകൊണ്ട് കൂടെ വന്നതാണ്, പക്ഷേ ചതിച്ചുകൊണ്ട് കൊലപാതകം ചെയ്തു. 2 രീതിയാണ് കൊലപാതകത്തിൻ്റെ രീതി ബൈബിൾ പറയുന്നത്. ഒന്നാമത്തെ രീതി ശ്രദ്ധിക്കുക, കരുതിക്കൂട്ടി കൊല ചെയ്യുന്ന രീതി, നേരത്തെ പ്ലാൻ ചെയ്ത് ഉറപ്പിച്ച് വെച്ചിട്ട് കൊല ചെയ്യുന്ന രീതി. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ചതിച്ച് കൊല ചെയ്യുന്ന രീതിയാണ്. രണ്ടാമത്തെ രീതി ചതിച്ചുകൊണ്ട് തകർക്കുക, ചതിച്ചുകൊണ്ട് കൊല ചെയ്യുക എന്ന് പറയുന്ന രീതി. ഈ 2 രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ദൈവം പഠിപ്പിക്കുന്നത്, ഈ കൊലപാതകം ചെയ്ത അയാൾ അപ്പോൾ എവിടെ നിൽക്കുവാണ്? അയാളിപ്പോൾ പള്ളിയിൽ ബലിയർപ്പണത്തിന് നിൽക്കുക. കൊലപാതകം ചെയ്താൽ എവിടെ നിൽക്കുന്നു? ബലിയർപ്പണത്തിന് നിൽക്കുകയാണ്. അദ്ദേഹം തൻ്റെ പാപങ്ങൾക്ക് പരിഹാരത്തിനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ ബലി അർപ്പിക്കാൻ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ദൈവം എന്ത് ചെയ്യുകയാണ്? ഈ കൊലപാതകം ഇദ്ദേഹം ചെയ്തതാണെന്ന് അറിയാം. അപ്പോൾ പുരോഹിതർക്ക് ഇദ്ദേഹത്തെ തൊടാൻ പാടുണ്ടോ? കാരണം ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്. ഏതെങ്കിലും ലേവ്യന് വന്ന് ഇദ്ദേഹത്തിനെ കഴുത്തിന് കയറി പിടിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട കുടുംബത്തിന് ഇദ്ദേഹത്തെ വന്ന് പിടിക്കാൻ പാടുണ്ടോ? ഇതിനെക്കുറിച്ചൊരു നിയമം ദൈവം പാസ്സാക്കി. ദൈവം പറഞ്ഞു, ഇവൻ ബലിപീഠത്തിൽ നിന്നാൽ പോലും, ബലിവസ്തു അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവനെ ബലി അർപ്പിക്കാൻ അനുവദിക്കരുത്. അവനെ അവിടുന്ന് എടുത്തുകൊണ്ട് ന്യായവിസ്താരത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ദൈവം പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കൊണ്ടുപോകണം. അത് കൂടാതെ അവനെ കൊണ്ടുപോയി അവൻ ജീവന് പകരം അവൻ്റെ ജീവനെ നിങ്ങളെടുക്കണം എന്ന് പറഞ്ഞാൽ, ജീവന് പകരം അവൻ്റെ ജീവനെ നിങ്ങളെടുക്കണം എന്ന് പഴയ നിയമത്തിൽ ബൈബിളിൽ പറയുകയാണ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ശിക്ഷ മനുഷ്യകരങ്ങളിലൂടെ അന്ന് ചെയ്യുന്ന കാലമായിരുന്നു. ദൈവം തൻ്റെ ശിക്ഷാവിധി മനുഷ്യകരങ്ങളിലൂടെ നടപ്പാക്കുന്ന ഒരു രീതിയായിരുന്നു അന്നത്തെ രീതി. അതുകൊണ്ട് ദൈവം പറയുവാണ്, കൽപ്പന കൊടുത്ത് കൊല ചെയ്യരുത്, കൊന്നാൽ നീയും അതുപോലെ വധിക്കപ്പെടും എന്ന് പറഞ്ഞിട്ട് കൊല ചെയ്യുവാണെങ്കിൽ 2 തരത്തിലാണ്. കരുതിക്കൂട്ടിയുള്ള കൊല ചെയ്യക്കം, അതേപോലെ ചതിച്ചു കൊല ചെയ്യുക. ഇങ്ങനെ 2 രീതിയിൽ കൊല ചെയ്തു കഴിഞ്ഞാൽ അവൻ ബലിപീഠത്തിൻ്റെ മുമ്പിൽ നിന്നാൽ പോലും അവനെ ബലി അർപ്പിക്കേണ്ട, അവൻ അവിടെ നിന്ന് ബലിപീഠത്തിൻ്റെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവൻ്റെ ജീവൻ എടുത്തുകൊള്ളുക, അവനെ കൊന്നുകളയുക എന്ന രീതിയായിരുന്നു കർത്താവ് പഠിപ്പിച്ചത്. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു വിഷയമാണ്. ഒരു കുടുംബത്തിൽ മാതാപിതാക്കളുടെ കാലം മുതൽ 3 തലമുറയായിട്ട് ഒരു അവിടെ കുടുംബത്തിലെ ലേഡീസ് ആര് ഗർഭിണികളായാലും ഒരു 7-ാം മാസം എത്തുമ്പോഴത്തേക്ക് ഇവർക്ക് അസ്വസ്ഥത ബാധിക്കും. ഇവർക്ക് 7-ാം മാസം ആകുമ്പോഴത്തേക്ക് ഈ കുഞ്ഞ് 7-ാം മാസത്തിന് മുമ്പ് തന്നെ കുഞ്ഞ് അലസിപ്പോവും. ഇവർ കാണാത്ത കാര്യങ്ങൾ കാണുന്നു, ഭയപ്പെടുന്നു, വെപ്രാളം കാണിക്കുന്നു, അലസിപ്പോവും. 2ാമത്തെ തലമുറയിലും ഇത് തന്നെ സംഭവിച്ചു. 3ാമത്തെ തലമുറയിലും ഇത് തന്നെ സംഭവിക്കുക. അപ്പോൾ ഇതിൻ്റെ കാരണം അന്വേഷിച്ചു. ദുബായിൽ വെച്ചായിരുന്നു ഞാൻ കൗൺസിൽ ചെയ്തപ്പോൾ. 2002 ദുബായിൽ വെച്ച് കൗൺസിൽ ചെയ്യുന്ന സമയത്ത് അന്ന് ഇതിൻ്റെ കാരണം അന്വേഷിച്ച് ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നു. ബ്രദർ, ഞങ്ങളുടെ കുടുംബത്തിൽ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ആഫ്റ്റർ 6 മന്ത് അത് അബോർട്ടായി മാറും. ഇതെന്താണ് ഇതിൻ്റെ കാരണം? ഒരുപാട് സഹോദരിമാർക്ക് ഇത് സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് എടുത്തു കഴിഞ്ഞപ്പോൾ, അതായത് ഒരു 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 വലിയ വളരെ വർഷങ്ങൾ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു വല്യപ്പനെ എന്നെ കാണിച്ചു. ഒരു സ്കെൽറ്റാണ്, ഭയങ്കര ഉയരമുണ്ട്. അതിങ്ങനെ കാണിച്ചു. അപ്പോൾ നരച്ച മുടിയാണ്, അയാൾക്ക് കുറ്റിത്താടിയുണ്ട്, നരച്ച താടിയുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞാൽ പേര് വെളിപ്പെടുത്തിയപ്പോൾ അവർ പറഞ്ഞു, ഇത് ഞങ്ങളുടെ അപ്പൻ്റെ മുത്തച്ഛനാണെന്ന് പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചോറുണ്ടോണ്ടിരിക്കുക, ഒരു തടി മേശയാണ്, അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചോറുണ്ടോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ശരിയാണ്, ആ മേശ ഇപ്പോഴും വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഒരു നിറവയറുള്ള ഒരു ലേഡിയെ ഇയാൾ ചവിട്ടുന്നതായിട്ടാണ് കണ്ടത്. എന്നെ കർത്താവ് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ഗർഭിണിയായ ഒരു ലേഡിയെ ചവിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു, ബ്രദറെ, വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഴയ കാലമാണ്, ഇവരൊക്കെ ജന്മികളായിരുന്നു, ഗർഭിണിയായിരുന്നു, ചോറുണ്ടോണ്ടിരുന്നപ്പോൾ എന്തോ പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല, മരുമോളായിരുന്നു, അന്നത്തെ കാലത്ത് മരുമോളായിരുന്നു, ഒരൊറ്റ ചവിട്ട് അവർക്ക് ശ്വാസം മുട്ടി, കൊച്ചു അബോർഷനായി അവർ മരിച്ചുപോയി. പിന്നെ അന്നത്തെ കാലത്ത് അത് കേസൊക്കെ തീർത്ത് കളഞ്ഞെന്ന് പറഞ്ഞു. വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാതെ അത് തീർന്നു പോയി. പക്ഷേ ഇത് കുടുംബത്തിൽ പറഞ്ഞുള്ളൊരു അറിവാണ്. ഇങ്ങനൊരു കാര്യം കുടുംബത്തിൽ നടന്നിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തിൽ എന്താ നടക്കുന്നത് നിങ്ങൾ നോക്കാൻ പറഞ്ഞു. ഏത് സ്ത്രീ ഗർഭിണിയായാലും അവർ 6-ാം മാസം കഴിയുമ്പോൾ അവരുടെ കുഞ്ഞ് അബോർട്ടായി മാറുക. അപ്പോൾ ഇതിന് എന്തോ പ്രശ്നമുണ്ട്, ഇതിലെന്തോ വിഷയമുണ്ട്. അതായത് ജീവന് പകരം ജീവൻ എടുക്കുന്ന
ഏതോ ഒരു നിയമം നിങ്ങളുടെ കുടുംബത്തെ ഭരിക്കുന്നുണ്ട്, കുടുംബത്തെ ബാധിക്കുന്നുണ്ട്. ജീവന് പകരം ജീവൻ എടുക്കുക. ഞാൻ 1998 ഞാൻ പിന്നെ അഞ്ചലിനടുത്തൊരു ഭവനത്തിൽ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരി കാണാനായിട്ട് വന്നു. അവർ കാണാൻ വന്നതെന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തികമായിട്ട് ഉയർന്നൊരു കുടുംബമാണ്. അപ്പോൾ അവർ വന്നത്, എൻ്റെ ഒറ്റ മകളേ ഉള്ളൂ, ആണായിട്ടും പെണ്ണായിട്ടും, ഇഷ്ടം പോലെ സമ്പത്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവൾ കല്യാണത്തിന് സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മകളെ വിളിച്ചു, എന്താണ്, നിനക്ക് എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ എന്താണ്, എന്തുകൊണ്ടാണ് അമ്മയുടെ മുമ്പിൽ വെച്ചാണ് കല്യാണത്തിന് സമ്മതിക്കുക? അപ്പോൾ അവൾ പറഞ്ഞു, ബ്രദറെ, എനിക്കിപ്പോൾ 24 വയസ്സുണ്ട്, എനിക്ക് ഇതുവരെയായിട്ടും എനിക്ക് മെൻസസ് ആയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കല്യാണത്തിന് തയ്യാറാകാത്തത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോഴത്തേക്ക് അപ്പോൾ അമ്മ പറഞ്ഞു, അതിപ്പോൾ നമ്മൾ പറഞ്ഞ് കല്യാണം കഴിപ്പിക്കാമല്ലോ ബ്രദറെ, പക്ഷേ ഇവള് അല്ല ബ്രദറെ, അത് എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് ഒഴിഞ്ഞു നിൽക്കുക. അങ്ങനെ ഇരുന്ന സമയത്ത് അമ്മ പറഞ്ഞു, എന്താ ബ്രദറെ, എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ, പക്ഷേ മോനായിട്ട് വേറെ ആളില്ല, മോളായിട്ട് ഇവള് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇതെന്താ, എൻ്റെ കുടുംബത്തിന് എന്താ പറ്റിയെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു, മെസ്സേജ് എടുക്കാം, കർത്താവിൻ്റെ സന്നിധി ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചോദിച്ച സമയത്ത് യേശുക്രിസ്തുവിൻ്റെ ദർശനത്തിൽ കർത്താവ് ഈ കുടുംബത്തെ ഇവർക്കെതിരെ പോരാടുന്ന ക്ലൈം എന്താണ്, ഇവരെ ഇങ്ങനെ ഒരു അവസ്ഥ, എത്ര പ്രാർത്ഥിച്ചിട്ട് ഇവർക്ക് മാറാതിരിക്കുന്നതിൻ്റെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചപ്പം ഈശോ വെളിപ്പെടുത്തുന്നത് മൊത്തം കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പോലെ നമുക്ക് കേൾക്കാൻ പറ്റി. കുഞ്ഞുങ്ങളുടെ കരച്ചിലും ബ്ലഡും കാണാനായിട്ട് പറ്റി. അങ്ങനെ കാണാൻ പറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ അപ്പം മോളെ മാറ്റി നിർത്തിയിട്ട് അമ്മയെ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അബോർഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, സാധാരണ അന്നത്തെ കാലത്ത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇതിങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ അതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ച്, കർത്താവ്, ഇവർ അബോർഷൻ ചെയ്തത് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന നടത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു, നോ എന്ന് പറഞ്ഞു. 5 എന്ന് പറഞ്ഞൊരു നമ്പർ കാണിച്ചു. ഞാൻ ചോദിച്ചു, 5? അതെ ബ്രദറെ, 5 കുഞ്ഞുങ്ങളെ അബോർഷൻ എന്ന് പറഞ്ഞു. 5 കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്തു. 5. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ, ഈ ഒരു മോളേ ഉള്ളല്ലോ? അത് ഹസ്ബൻഡ് എന്നെ വേണം വേണ്ട കുട്ടി ബഹളം, എന്നെ വേണം വേണ്ട ഇങ്ങനെ പറഞ്ഞ് ജീവിക്കുമ്പോൾ ഞാൻ കൊണ്ടുപോയി അബോർഷൻ, ഇതായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞു. ഇവിടെയാണ് വചനം പറയുന്നത്, ജീവന് പകരം ജീവൻ കൊടുത്തു. നീ അനേകം കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തപ്പോൾ ഇവിടെ നോക്ക്, നിൻ്റെ കുഞ്ഞിന് ജീവൻ, ഒരു കുഞ്ഞ് ജനിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം ഇല്ലാതായി മാറി. ഇത് കണ്ടോ, നിനക്ക് മനസ്സിലായോ എന്ന് വെച്ചു. നീ ഇതൊന്ന് അനുദപിച്ച് പ്രാർത്ഥിക്കുക, കർത്താവിൽ നിന്ന് കരുണ തൻ്റെ മകൾക്കെത്തും. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ ജീവന് പകരം ജീവൻ ഓരോ കുടുംബത്തോടും ചോദിക്കുന്നത് നമുക്ക് പലർക്കും അറിയത്തില്ല. പല ക്രിസ്ത്യാനികൾക്കും ഇത് അറിയത്തില്ല. എല്ലാവരും സ്മൂത്തായിട്ട് പോവുക, ഇതൊരു സാധാരണ ജീവിതമാണെന്ന് വിചാരിച്ച് പോവുക. അല്ല, ജീവന് പകരം ജീവൻ, ഏതോ ഒരു ശക്തി വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മളെ ക്ലെയിം ചെയ്യുന്നുണ്ട്, നമ്മളെ ഒരിക്കലും നമ്മളെ സമാധാനത്തിലേക്ക് നടത്താത്ത വിധത്തിൽ നമ്മുടെ പുറവെ ശല്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയണം. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്തുതിക്കാം. കർത്താവേ, ഏതെങ്കിലും തരത്തിൽ കുടുംബത്തിൽ പൂർവീയ പിതാക്കന്മാർ ആരെങ്കിലൊക്കെ ചവിട്ടിക്കൊല്ലുകയോ, അന്നത്തെ കാലത്ത് ഒരു 4 തലമുറയ്ക്ക് മുമ്പുള്ള പിതാക്കന്മാരൊക്കെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരിലൂടെ കടന്നു വന്നിട്ടുള്ള ജീവൻ്റെ വില കർത്താവേ ഞങ്ങളോട് ചോദിക്കരുതേ കർത്താവേ, ഞങ്ങളെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ. ഇത് പ്രാർത്ഥിക്കുക. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു കർത്താവേ, യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ പറയുവാണ്, സാരമില്ല, ഇന്നിപ്പോൾ അബോർഷനൊക്കെ നിയമത്തിൽ അത് സാധുവാണല്ലോ, അപ്പം നിയമം നിങ്ങൾക്ക് അനുകൂലമായാലും അബോർഷൻ ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഹോസ്പിറ്റലിൽ വന്നോ ഒരു കുഴപ്പമില്ല, അബോർഷൻ ചെയ്യാവുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു നിയമം വന്നാലും, നാളെ കൊലപാതകം കാര്യമുണ്ടായിട്ടാണ് നീ കൊല ചെയ്തത്, അതുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്നൊരു നിയമം നാളെ വന്നാൽ പോലും ദൈവത്തിൻ്റെ നിയമത്തിന് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല എന്ന് ഈശോ പറഞ്ഞു. കൊലപാതകം ചെയ്താൽ, നീ ഒരുവൻ്റെ ജീവൻ എടുത്താൽ, നിൻ്റെ ജീവൻ ഞാനെടുക്കും. ഇതാണ് ദൈവത്തിൻ്റെ നീതി. നീ ഒരുത്തൻ്റെ ജീവൻ എടുത്താൽ നിൻ്റെ ജീവൻ ഞാൻ എടുക്കും. എന്തെങ്കിലും വിഷയങ്ങൾ, ഈ ഒരു നിയമം
മാറ്റാൻ പറ്റത്തില്ല. ഈശോ പറഞ്ഞു, ഇങ്ങനെയുള്ള നിയമങ്ങളുടെ വള്ളിയോ പുള്ളിയോ ഞാൻ മാറ്റത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു നിയമമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് രാജ്യങ്ങൾ ക്ഷമിച്ചാലും ദൈവത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ നിയമഹേതുവായി നമ്മൾക്ക് പീഡനമുണ്ടാകും. ദൈവത്തിൻ്റെ നിയമം തന്നെ നമ്മളെ നശിപ്പിക്കാനായിട്ട് കടന്നു വരും. ഗൾഫിൽ നമുക്കറിയാം, പലവർക്ക് ഏതെങ്കിലും തരത്തിലൊരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടുകാർ മോചനദ്രവ്യം വാങ്ങിക്കാൻ തയ്യാറായാൽ അവർ പറയും, ഇത്ര ലക്ഷം രൂപ, ഇത്ര കോടി രൂപ മോചനദ്രവ്യം ആ വീട്ടുകാർക്ക് നീ കൊടുത്താൽ അവിടുത്തെ കോടതി നിങ്ങളെ നാട്ടിൽ പോകാൻ അനുവദിക്കും. അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ നാട്ടുകളിൽ മോചനദ്രവ്യത്തിന് വേണ്ടി പിരിവ് വരെ നടന്ന സംഭവമുണ്ട്. അതായത് ഒരു കൊലപാതകം അവിടെ നടന്നാൽ, അറിഞ്ഞോ അറിയാതെയോ നടന്നാലും മോചനദ്രവ്യം ഈ കൊല ചെയ്യപ്പെട്ടു പോയ മരിച്ചു പോയ ആ കുടുംബത്തിന് നൽകേണ്ട വരും. അതിനെയാണ് മോചനദ്രവ്യം എന്ന് പറയുന്നത്. അപ്പോൾ അവനെ ഫ്രീ ആയിട്ട് നാട്ടിൽ വിടും. അവർക്ക് മോചനദ്രവ്യം കൊടുത്താൽ മതി. കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. ഇങ്ങനെ ഗൾഫിൽ ഒരു നിയമമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം 2 പേർ കൊലപാതകം ചെയ്യുന്നതായിട്ട് കണ്ട ഒരു സാക്ഷ്യം അവർ കണ്ടതാണ്. അവർ വന്നിട്ട് പറയുവാണ്, മോശയുടെ മുമ്പിൽ വന്ന് പറയും, ഞങ്ങൾ കണ്ടതാണ് എന്ന് പറഞ്ഞാൽ പോലും ഇവന് ദ്രവ്യം ഇവൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കാനോ ഒന്നിനും മോശ തയ്യാറാകത്തില്ല. പിന്നെ അന്നത്തെ മോശസിൻ്റെ നിയമം അനുസരിച്ച് ആരും തയ്യാറാകത്തില്ല. ഇങ്ങനെയായിരുന്നു അന്നത്തെ രീതി. അപ്പോൾ എന്തിനാണ് അന്നത്തെ കാലത്ത് മോചനദ്രവ്യം കൊലപാതകം ചെയ്ത ആടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു മോശയുടെ കാലത്ത്. മോചനദ്രവ്യം മേടിച്ചു കഴിഞ്ഞാൽ ഇപ്പം മോചനദ്രവ്യം കുടുംബം കൊടുത്തു കഴിഞ്ഞാൽ ഇവന് പിന്നീട് ആ കുടുംബത്തിലൂടെ ജീവിക്കാൻ അനുവാദമില്ല. ഇവൻ ഓടി ഒളിച്ചോണം. ഇവൻ അവിടെ നിന്ന് നിൽക്കാൻ പാടില്ല. ഇവൻ എവിടെയെങ്കിലും പോയിട്ട് ജീവിക്കാൻ അനുവാദം കൊടുക്കും. കാരണം മരിച്ചാക്കി ഇവൻ മോചനദ്രവ്യം കൊടുത്തു കഴിഞ്ഞാൽ ഇവന് ജീവിക്കാനായിട്ട് പഴയ നിയമത്തിൽ ഒരു കാര്യത്തിൽ സാധ്യതയുണ്ടായിരുന്നു. ഞാനിത് പഠിപ്പിക്കുന്ന കൊലപാതകത്തെക്കുറിച്ചുള്ള നിയമങ്ങളല്ല. ഇത് ഒരു പാപം എന്ന് പറയുന്ന ഒരു വിഷയം, ആ പാപവും അതുമായിട്ട് ബന്ധപ്പെട്ട ശിക്ഷാ നടപടികളും, അതുമായിട്ട് ഒരു മനുഷ്യൻ അവർക്ക് പാപം ചെയ്താൽ അനുഭവിക്കേണ്ട ശാരീരികവും മാനസികവുമായ വ്യതകൾ, ഇതാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇത് പഠിച്ചാൽ മാത്രമേ നമുക്ക് റോമർ 3 നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളിത് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് കായലിൻ്റെ കാലത്ത് നമുക്കറിയാം, കായലിൻ്റെ കാലത്ത് കായൽ ഹാബേലിനെ കൊല്ലുന്നു. ശ്രദ്ധിക്കണേ, കായൽ ഹാബേലിനെ കൊല്ലുന്നു. കായലിനോട് ദൈവം ഓടി ഒളിക്കാൻ അവസരം കൊടുക്കുന്നു. ആ ന്യായപ്രമാണം തന്നെ, ആ നിയമം അന്ന് അവിടെ ഉണ്ട്. ദൈവം പറഞ്ഞ് നീ കായലിനെ ആരും തുടരുത്, അവൻ ഓടി ഒളിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഉൽപ്പത്തിയിൽ തുടങ്ങിയ ഈ എല്ലാവരിൽ നിന്നും മാറി താമസിക്കുന്ന ഒരവസരം കൊലപാതകികൾക്ക് നൽകാറുണ്ട്. എന്തുകൊണ്ടാണ് കൊലപാതകികളെ ഇത്രമാത്രം സ്ട്രോങ് ആയി ശിക്ഷ നൽകുന്നതിൻ്റെ കാരണം? അതും കൂടെ നിങ്ങളൊന്ന് പഠിക്കണം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിൽ 5ഉം 6ഉം വാക്യങ്ങൾ, കുടുംബത്തിൽ കൊലപാതകം കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിൽ, അത് പിടിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പഴയ തലമുറകളിൽ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മുടെ കുടുംബം മോചിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ ഇത് നമ്മൾ അറിയണം. ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ ഉൽപ്പത്തി 9-ാം അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചത് കാരണം ഒരു മനുഷ്യൻ്റെ രക്തം വീഴ്ത്തിയാൽ, അത് കത്തി കൊണ്ട് കുത്തി വീഴ്ത്തി, മരിച്ചില്ലെങ്കിലും നീ കത്തി കൊണ്ട് കുത്തി രക്തം വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ കോടതികളും നിന്നെ വെറുതെ വിട്ടാലും ദൈവ കോടതി വിടത്തില്ല. ഇതാണ് അന്നത്തെ ന്യായപ്രമാണം. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? എല്ലാം കാശ് കൊടുത്ത് ഒതുക്കി തീർത്താലും ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് പോത്തില്ല. ഞാനായാലും പോത്തില്ല, നിങ്ങളായാലും പോത്തില്ല. ഇതാണ് എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. നിനക്കെന്താ അവകാശം? അതുകൊണ്ടാണ് ആത്മഹത്യ പാപമാണെന്ന് ജീസസ് വിഷൻ വചനപ്രകാരം പഠിപ്പിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ഛായയിലും നീ എങ്ങനെ ജീവിച്ചോ, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ജീവിച്ച നിനക്ക് നിന്നെ തന്നെ കൊല്ലാൻ എന്താണ് അവകാശം? ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പോൾ ഇവിടെ പറയാണ്, അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിഞ്ഞാൽ മനുഷ്യൻ്റെ ആ ചൊരിയുന്നവൻ്റെ രക്തം മറ്റൊരു മനുഷ്യനാൽ ഞാൻ ചൊരിയാനിടയാക്കും. അതാണ് ഈ ന്യായപ്രമാണം കൊടുത്തത്. അതായത്
അന്ന് ന്യായപ്രമാണമില്ല. ന്യായപ്രമാണം ഇല്ലാതിരുന്ന കാലത്താണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുവാണ് ദൈവം പറയുന്നത് ഷേത്തിനോടും ആദത്തിനോടും പ്രാർത്ഥനയുള്ള ഹാബേലിനോടൊക്കെ പറഞ്ഞതാണ് മോസസ് പിന്നെ എഴുതിയത്. അപ്പോൾ അവരോട് പറഞ്ഞതാണ്, മനുഷ്യൻ്റെ രക്തം ഒരുത്തൻ വീഴ്ത്തിയാൽ മനുഷ്യനെ കൊണ്ട് തന്നെ അവൻ്റെ രക്തം ഞാൻ വീഴ്ത്തും. അതാണ് ആദ്യം പഠിപ്പിച്ചത്. മോശ ന്യായപ്രമാണത്തിൽ എഴുതി, നിങ്ങൾ ആരെങ്കിലും ഒരുത്തനെ കൊന്നു കഴിഞ്ഞാൽ അവനെ വധിക്കപ്പെടണം. അത് മനുഷ്യരാൽ തന്നെ വധിക്കപ്പെടാൻ ദൈവം ഇടയാക്കി. അത് ഈ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ നിയമം അനുസരിച്ചിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവത്തെ ഒന്ന് സ്തുതിക്കാം പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലെ രക്തത്തിൻ്റെ നിലവിളികൾ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ രക്തത്തിൻ്റെ നിലവിളി ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ കർത്താവേ, അവിടുന്ന് എടുത്തു മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള കണ്ണുനീരുകൾ, ശാപങ്ങൾ ഇതുപോലെ നമ്മുടെ കുടുംബത്തിൽ കിടക്കുന്നുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, രക്തത്തിൻ്റെ നിലവിളികൾ കർത്താവേ എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രക്തത്തിൻ്റെ നിലവിളികൾ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നെടുത്ത് കളയണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുതിക്കുട്ടി കൊല ചെയ്യുന്നവനും ചതിച്ചു കൊല ചെയ്യുന്നവനും വധിക്കപ്പെടും. എന്നാൽ അബദ്ധവശാൽ സംഭവിച്ചതാണ്, നേരത്തെ കരുതിക്കുട്ടിയതൊന്നുമല്ല, പെട്ടെന്നുള്ള ഒരു ആക്രമണത്തിൽ സംഭവിച്ചതാണെങ്കിൽ മോചനദ്രവ്യം കൊടുത്ത് പുറത്തുപോയി എവിടെയെങ്കിലും താമസിക്കണം. ഇതാണ് മോശസ് നൽകിയ. ഇതൊക്കെ ബൈബിളിൽ കിടക്കുന്നുണ്ട്. ലേവ്യപുസ്തകത്തിലുണ്ട്, സംഖ്യാപുസ്തകത്തിലുമുണ്ട്. സംഖ്യാപുസ്തകത്തിൽ, ലേവ്യപുസ്തകത്തിലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കരുതിക്കൂട്ടി കൊല ചെയ്യുക, ചതിച്ചു കൊല ചെയ്യുക. ഈ രണ്ട് കൊലപാതകം ചെയ്യുന്നവരും ഇവർക്ക് വധശിക്ഷയാണ്. ഇവരെ ആരും വധിച്ചില്ലെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം വഴിയായിട്ട് ഇവർ വധിക്കപ്പെട്ടിരിക്കും. മറ്റ് മനുഷ്യനാൽ ഇവർ കൊല്ലപ്പെട്ടിരിക്കും. ഇതായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ന്യായപ്രമാണം കൊണ്ടുവന്നിട്ട് മോശ ന്യായാധിപന്മാരെ നിയമിക്കുകയും വാളിന് വെട്ടിക്കളയാൻ ഇടയാക്കുകയും ചെയ്തു, കല്ലെറിഞ്ഞു കൊല്ലാൻ ഇടയാക്കുകയൊക്കെ ചെയ്തത് അപ്രകാരമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശിക്ഷാവിധി ദൈവം പുറപ്പെടുവിപ്പിച്ചത്. ഉത്തരവുണ്ടായിരുന്നു. എൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് അവർ ജനിച്ചത്, അവരെ കൊല്ലാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇതാണ്. അത് മൃഗത്തിനെ പോലും ആണെങ്കിലും വിടത്തില്ലെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ജനത്തിന് തുല്യ സമാധാനം കൊടുക്കുന്ന ഒരു ദൈവമായതുകൊണ്ടും ജനത്തിനെല്ലാം ഭീതിയില്ലാതെ ജീവിക്കാനായിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാനും നന്മ ചെയ്ത് ജനം ജീവിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇങ്ങനെ ഒരു ന്യായപ്രമാണം ദൈവം കൊണ്ടുവന്നത്. അതുകൊണ്ട് ദൈവകോപം നടപ്പാക്കാൻ വേണ്ടി ചില കരങ്ങളെ ദൈവം നിയമിക്കുകയുണ്ടായി. അവരെ ന്യായാധിപന്മാർ എന്ന് അവരെ വിളിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ മനുഷ്യന് ഇങ്ങനെ ഒരു നിയമത്തിൽ മനുഷ്യൻ ജീവിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കണം. വധിക്കപ്പെടുമ്പോൾ ആത്മാവിന് പീഡനമുണ്ട് വധിക്കപ്പെട്ടാൽ. കാരണം ശരീരത്തെയാണ് കൊല്ലുന്നത്, ആത്മാവിനെ ഈ കൊലപാതകത്തിൻ്റെ പേരിൽ വിധിക്കുമെന്ന് ദൈവവും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ നിയമമെല്ലാം ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കട്ടെ. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് വരുന്ന 400 വർഷം കഴിഞ്ഞിട്ടും 100 വർഷം കഴിഞ്ഞിട്ടും ഇതിൻ്റെ പാപഭാരം പിന്നീടുള്ള തലമുറ അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിന് വലിയ ശിക്ഷാവിധിയാണ്. നമുക്ക് ഇപ്പോൾ അബോർഷൻ നടന്നിട്ടുള്ള കുടുംബങ്ങൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ അവർക്ക് ടെൻഷനുണ്ട്. അയ്യോ ദൈവമേ, ചെയ്തു പോയല്ലോ, ഇതെന്ത് സംഭവിക്കും, ഇനി എനിക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട വരുമോ? മറ്റൊരു വചനത്തിൽ പറയുന്നു, കൊലപാതകി അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട വരുമോ? ഞാൻ ഒറ്റപ്പെടുമോ? എനിക്ക് രോഗം വരുമോ? ഞാൻ വാർദ്ധക്യമെത്താതെ മരിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ശിക്ഷകൾ എൻ്റെ മേൽ വരുമോ? ഇങ്ങനെയൊക്കെയുള്ള ഭയം നിങ്ങളെ അലട്ടുന്നുണ്ട്. അവിടെയാണ് റോമക്കാർക്കെഴുതിയ ലേഖനം 13:4 നമ്മളോട് സംസാരിക്കുന്നത്. അവിടെ എന്താണ് ബൈബിൾ പറയുന്നത് നോക്കിയേ. പൗലോസ് തന്നെ ഇത് വ്യക്തമായി പറയാണ്. ഒരു രാജ്യത്തിലെ
ന്യായാധിപന്മാർ ശിക്ഷകൾ വിധിക്കുന്നത്, അല്ലെങ്കിൽ ജെറുസലേമിൽ പണ്ട് ശിക്ഷകൾ നടപ്പാക്കിയത്, മോശയുടെ കാലത്ത് ശിക്ഷകൾ നടപ്പാക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് വ്യക്തമായി പൗലോസ് പഠിപ്പിക്കുന്നു. ഈ വിഷയങ്ങൾ വ്യക്തമായി സഭയെ പഠിപ്പിക്കുന്നത്. ഒന്നും കൂടെ വായിച്ചു നോക്കിയോ, നിങ്ങൾ വായിച്ചാൽ 13:4 വായിച്ചോ. അതാ മനുഷ്യക്കരങ്ങളിലൂടെ ഞാൻ എൻ്റെ ശിക്ഷ നടപ്പാക്കും. അതുകൊണ്ടാണ് പൗലോസ് ആ വാക്ക് അങ്ങനെ ഉപയോഗിച്ചത്. മനുഷ്യക്കരങ്ങളിലൂടെ ഒരു രാജ്യത്തിൻ്റെ ന്യായാധിപന്മാരുടെ വിധി നടപ്പാക്കാൻ ദൈവം ഇടയാക്കും. അപ്പോൾ അത് കാരണം ആരെങ്കിലും ശിക്ഷകൾ അനുഭവിച്ചിട്ട് ഇന്ന് ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാരീരികമായ ശിക്ഷ ഇനി ദൈവത്തിൽ നിന്നുണ്ടാകത്തില്ല. നിങ്ങൾ അനുദപിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വിടുതൽ ദൈവം തരും. കാരണം ഈ മനുഷ്യക്കരങ്ങളിലൂടെ നിങ്ങൾ ശിക്ഷ അനുഭവിച്ചിട്ടാണ് ഈ ക്ലാസ് വന്ന് കേൾക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ ഒറ്റ കാര്യം മതി, നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ അനുദപിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ മനുഷ്യക്കരങ്ങളിൽ നിന്നുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആത്മാവിൻ്റെ ശിക്ഷ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അനുദപിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിൽ കൊലപാതകികൾ തീയിൽ വീഴുമെന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. കൊലപാതകികൾ ചെന്ന് വീഴുന്ന, അവരുടെ ആത്മാവ് ചെന്ന് വീഴുന്നത് തീയില്ല. അത് ആത്മഹത്യ ആയിക്കോട്ടെ, അബോർഷൻ ആയിക്കൊള്ളട്ടെ, കൊലപാതകമായിക്കൊള്ളട്ടെ, 3 കൂട്ടരും ചെന്ന് വീഴുന്നത് തീയിൽ വീഴാൻ ഇടയുണ്ട്. അതുകൊണ്ട് തീയിൽ വീഴാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ചില വീടുകളിൽ ഈ ഒരു കെട്ടുള്ള വീടുകളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മാസ് പ്രയർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെയുള്ള ഏതെങ്കിലും തീയിൽ വീഴുന്ന പാപം ചെയ്തിട്ടുള്ള കൊലപാതകങ്ങൾ, മറ്റൊരാളുടെ ജീവൻ എടുക്കുന്ന രീതികൾ, നമ്മൾ ദൈവം തന്ന ജീവനെടുത്ത ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങൾ നമ്മളിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ, വീടുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ജോലി സ്ഥിരമാകുകയില്ല, ഒരിക്കലും ജോലി കറക്റ്റായിട്ട് നിൽക്കത്തില്ല. ദാരിദ്ര്യം എപ്പോഴും ഉണ്ടാവും. ഇച്ചിരി പണം വന്നാലും പിറ്റേന്ന് ദാരിദ്ര്യമായിരിക്കും. ഉയർച്ചയുടെ പ്രവചനങ്ങൾ പലരും തരും, പക്ഷേ അത് നടപ്പാകാൻ ഒത്തിരി വൈകും. എപ്പോഴും അസുഖമായിരിക്കും, ഒരാൾക്ക് മാറി അസുഖമായിരിക്കും. നിശ്ചിത സമയങ്ങളിൽ, അതായത് നമ്മൾക്ക് ഈ ശാപം നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മരണമുണ്ടാകും. അതുകൊണ്ട് അതെന്ന് പറഞ്ഞാൽ ഇന്ന മാസം, ഇത്ര മാസത്തിനകത്ത് വെച്ച് 3 മാസത്തിനകത്ത് വെച്ച്, അപ്പം നമുക്ക് ഉദാഹരണമായിട്ട് ഫെബ്രുവരി മുതൽ ഏപ്രിൽ മെയ് ഈ സമയങ്ങളിൽ ഞങ്ങളുടെ കുടുംബത്തിൽ മരണം നടക്കും. അതാണ് നിശ്ചിത സമയങ്ങളിൽ മരണം. ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇന്ന മാസം മുതൽ ഇന്ന മാസം വരെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരണം നടക്കുന്ന മാസമാണ് എന്ന് ചിലർ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ മരണം നടക്കും, മാറിയും തിരിഞ്ഞും ഒക്കെ മരണം നടന്നുകൊണ്ടിരിക്കും. എല്ലാ വർഷവും ഒരടക്കം വെച്ച് കാണും. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരവസ്ഥ. ഇതാണ്. അപ്പം മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്ന കാര്യം കൂടെ നമുക്കൊന്ന് കേൾക്കാം. പെട്ടെന്ന് ഞാൻ ക്ലാസ് നിർത്താം. മത്തായിയുടെ സുവിശേഷത്തിൽ യേശു പറയുന്ന കാര്യം എന്താണ്? 5:21-22 യേശു കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി. കൽപ്പന കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി. പഴയത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ, 1 മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി. ഇങ്ങനെ ഓരോ പാപത്തിനും അതിൻ്റെ പഴയ നിയമ വെർഷനും പുതിയ നിയമ വെർഷനും ശിക്ഷാവിധികളും കുറ്റങ്ങളും ഉണ്ട്. ഇതിപ്പോൾ ഒരു കൊലപാതകത്തിൻ്റെ മാത്രം പാപത്തിൻ്റെ ഒരു രീതിയാണിത്. ഇതിൻ്റെ ഡീറ്റെയിൽ സ്റ്റഡി എടുത്താൽ നിങ്ങൾക്ക് പേടി തട്ടും. അപ്പോൾ ഇങ്ങനെ ഓരോ പാപത്തിന്, മോഷണത്തിന്, വ്യഭിചാരത്തിന്, മന്ത്രവാദത്തിന് പോകുന്നതിന്, ഇങ്ങനെ ഓരോ പാപത്തിനും ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്, നമ്മൾ അറിയാത്തതാണ്. ഞാൻ ഈ പറഞ്ഞ 5 കൂട്ടം കാര്യങ്ങൾ, ജോലി സ്ഥിരമാകത്തില്ല, ദാരിദ്ര്യം എപ്പോഴും, ഉയർച്ചയുടെ പ്രവചനം ഉണ്ടായാലും ഉയരത്തില്ല, എപ്പോഴും അസുഖം, നിശ്ചിത സമയങ്ങളിൽ മരണം, 2 വർഷം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 വർഷം കൂടുമ്പോൾ കുടുംബത്തിൽ ഇങ്ങനെ മരണമാണ്. പിള്ളേർ സെറ്റുകൾ വേറെ മരിക്കുന്നു, ബൈക്ക് ആക്സിഡൻറ്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് അനുദപിച്ച് രക്ഷപ്പെടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ എങ്ങനെ മോചനം പ്രാപിക്കാം? ഇത്രയും കഠിനമായ ഈ ശാപത്തിൽ നിന്ന്, ഇത്രയും കെട്ടുള്ള ഈ ജീവിതത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? എങ്ങനെ വിടുതൽ പ്രാപിക്കാം? അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും റോമക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം മുതൽ നമ്മൾ എല്ലാവരും പഠിക്കുക. ഇപ്പോൾ ഒരു പുതിയ ഓഫർ ദൈവത്തിൻ്റെ ആത്മാവ് സഭയ്ക്ക് തരികയാണ്. ഈ മിനിസ്ട്രി കേട്ടോളുക. ഹല്ലേലൂയ. എന്താണ് ആ ഓഫർ? എന്താണ് കേട്ടോളുക. ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി
ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കിലേക്കുള്ള വിശ്വാസത്തിലുള്ള നീതി, ദൈവനീതി. ന്യായപ്രമാണം കൂടാതെ ഇതാ വെളിപ്പെടാൻ പോവുകയാണ് നീതി. പണ്ട് ന്യായപ്രമാണം വഴിയാണ് നീതി, മനുഷ്യകരങ്ങൾ വഴിയാണ് നീതി നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് യേശുക്രിസ്തുവിലുള്ള നിന്റെ വിശ്വാസം നിമിത്തം നീ ചെയ്തു കൂട്ടിയ ഈ വലിയ പാപത്തിന് ദൈവനീതി പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനൊരു വിടുതൽ ഇന്ന് ദൈവം തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുവേ ആരാധന. 22-ാമത്തെ വാക്യം എല്ലാവരും എടുത്തോ. എല്ലാവരും റോമർ ചാപ്റ്റർ 3 വേഴ്സ് 21 നമ്മൾ വായിക്കാൻ പോവുകയാണ്. അതിലെ 22 ആണ് നമ്മൾ വായിക്കുന്നത്. എല്ലാവരും എടുക്കുക. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ന്യായപ്രമാണവും പറഞ്ഞു, പ്രവാചകരും പറഞ്ഞു, യേശുക്രിസ്തു വഴി നിങ്ങൾക്കൊരു ഫ്രീഡം തരാൻ പോവുകയാണെന്ന്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാതാക്കിയിരുന്നു. ഈ സൂമിലിരിക്കുന്ന നമ്മളെല്ലാവരും ഇതുപോലെ ഓരോ ശാപത്തിൻ്റെയും പാപത്തിൻ്റെയും പുറകിലിങ്ങനെ പെട്ടുകിടക്കുക. ഉയരുന്നില്ലല്ലോ ദൈവമേ, ദൈവമേ, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെ പോയാൽ എങ്ങനെ? കരഞ്ഞ് കരഞ്ഞ് മടുത്ത് രാവും പകലും കരച്ചിൽ തന്നെ കരച്ചിൽ. കർത്താവേ, ഇതിനൊരു വിടുതലില്ലയോ? യേശുവേ ആരാധന എന്ന് നമ്മൾ ദിവസവും ചോദിക്കുമ്പോൾ 24-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുവാണ്, അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവെങ്കിലെ വീണ്ടെടുപ്പ്, ക്രൂശിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് നീ ഒന്നും കൊടുക്കാതെ, നിന്റെ കയ്യിൽ നിന്ന് ഒന്നും വാങ്ങിക്കാതെ, ക്രൂശിലെ വേദനയാൽ, ക്രൂശിലെ പടച്ചിലിനാൽ നിനക്ക് നീ ചെയ്തു കൂട്ടിയ പാപത്തിന് വിടുതൽ തരുന്നു. ആ ശിക്ഷ ഇനി നിന്റെ മേൽ വരുത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഞാൻ യേശുവിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ഏറ്റവും വലിയ സാക്ഷി ഏതാണെന്നറിയോ? കഠിനമായ ശിക്ഷ കിട്ടണ്ട എനിക്ക് യേശുക്രിസ്തു വിടുതൽ നൽകി. കഠിനമായ ശാപത്തിൽ നശിക്കേണ്ട എൻ്റെ കുടുംബം യേശുക്രിസ്തുവിനാൽ വിടുതൽ കിട്ടി. ഒന്നും കൊടുക്കാതെ, ഒരു നേർച്ച കാഴ്ച, ഒരു മുട്ടയിലഴേക്കാൻ, ശയന പ്രദക്ഷിണം ഒന്നും പള്ളിയിൽ പോയി ചെയ്യാതെ, ഹല്ലേലൂയ, വാഗ്ദാനങ്ങൾ, നേർച്ചകളോ പൂവം കൊലയോ അല്ലെങ്കിൽ തേങ്ങയോ കൊണ്ട് തലവഴിയെ ചുമന്നുകൊണ്ട് കൊണ്ടുവെക്കാതെ 24-ാമത്തെ വാക്യം, സൗജന്യമായി ദൈവം നിന്നെ വീണ്ടെടുക്കാൻ തയ്യാറായിരിക്കുന്നു. യേശുവേ നന്ദി. അതുകൊണ്ട് 25-ാമത്തെ വാക്യത്തിലേക്ക് പഠിച്ചേ. 25-ാമത്തെ വാക്യം പഠിച്ചേ. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം, ഇന്ന് ഇത്രയൊക്കെ പാപങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ട്, ഇന്ന് ഞാൻ യേശുവിൻ്റെ ഈ രക്ഷയെ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതായത് വാള് മനുഷ്യരെ ഏൽപ്പിച്ചിട്ട് ന്യായവിധി നടത്താനും വധിക്കപ്പെടാനും മനുഷ്യരെ നിർത്തിയപ്പോൾ ഇവിടെ യേശുക്രിസ്തുവിനെ മറ്റൊരു സൈഡിൽ നിർത്തിയിരിക്കുന്നു. നിന്റെ വിടുതൽ പ്രഖ്യാപിക്കുവാൻ, നിനക്ക് മോചനം തരുവാൻ. ആരാണോ ഈ യേശുവിനെ സ്വീകരിക്കുന്നത്, ആരാണോ ഈ യേശുവിനെ രക്ഷകനും നാഥനുമായി ഇന്ന് രാത്രി സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നത്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശാപങ്ങൾ ഇന്ന് അഴിയും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം തൻ്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തൻ്റെ നീതിയെ യേശുക്രിസ്തുവിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ നീ ചെയ്ത പാപത്തിന് ശിക്ഷ നൽകാതെ നിന്നെ ഫ്രീ ആക്കി വിടുന്നതാ യേശുവിൻ്റെ നീതി. നിന്റെ പിതാക്കന്മാർ ചെയ്ത പാപത്തിന് ശിക്ഷ തരാതെ നിന്നെ വെറുതെ വിടുന്നതാണ് യേശുവിൻ്റെ നീതി. സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 26-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 26 പഠിച്ചോ. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന്
ഇക്കാലത്ത് തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ, നീതി ഏതാണ്? ഫ്രീ ആയിട്ട് നിനക്ക് വിടുതൽ തരുന്നതാണ്. തൻ്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ അങ്ങനെ ചെയ്തു. താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കാൻ. നീ എത്ര കൊടുപ്പാപം ചെയ്തവനാണെങ്കിലും, എത്ര കൊടുക്കുറ്റം ചെയ്തവനാണെങ്കിലും, നിന്നെ നീതീകരിക്കാൻ ഈശോ 2 കരവും നീട്ടി നിൽക്കുകയാണ്. 2 കരവും നീട്ടി നിൽക്കുക, നിന്നെ നീതീകരിക്കാൻ. ഇന്ന് രാത്രിയിൽ ഈ സമയം ആരാണോ ഹൃദയം തുറക്കുന്നത്, ആരാണോ പൊന്നപ്പച്ചോ എന്നെ ഈ വലിയ കെടുതിയിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്, അവർക്ക് വിടുതൽ നൽകാൻ കർത്താവ് റെഡിയായി നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് 27 പറയുകയാണ്, ആകയാൽ പ്രശംസ എവിടെ? നിനക്ക് പ്രശംസിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന്. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി. എൻ്റെ പ്രശംസയൊക്കെ പോയി. ഏത് മാർഗത്താൽ? കർമ്മമാർഗത്തിലാണോ? അതായത് പൂവങ്കുല തലയിൽ വെച്ചുകൊണ്ട് കിടന്നോ, മുട്ടയിൽ ഇഴഞ്ഞതോ? 27 നോക്കിക്കോ. 27, 3:27 നിങ്ങളെല്ലാവരും നോക്കിക്കോ. മുട്ടയിൽ ഇഴഞ്ഞതോ? ശയന പ്രദക്ഷിണം ചെയ്തോ? മുട്ട് ഇഴഞ്ഞ് പൊട്ടിച്ചതോ? അതുകൊണ്ടാണോ നീ രക്ഷപ്പെടുന്നത്? കർമ്മഫലത്താലാണോ മാർഗത്താലാണോ എന്ന് ചോദിക്കുന്നു പൗലോസ്. പൗലോസ് പറഞ്ഞു, അല്ല, നോ, നത്തിങ്. അല്ല, വിശ്വാസ മാർഗത്താൽ നീ ഇന്ന് വിടുതൽ പ്രാപിക്കും. സ്തോത്ര, ഹല്ലേലൂയ. വിശ്വാസത്താൽ വിടുതൽ പ്രാപിക്കും. വിശ്വാസത്താൽ നിന്റെ കുടുംബത്തിന് രക്ഷ വരും. വിശ്വാസത്താൽ നിന്റെ കുടുംബം ഇന്ന് മാറ്റപ്പെടും. വിശ്വാസത്താൽ വർഷങ്ങൾ പഴക്കമുള്ള പാപക്കെട്ടുകൾ അഴിയും. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 28 വാക്യത്തിൻ്റെ അർത്ഥം ഇപ്പം കണ്ടോ? അർത്ഥം നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ട് അല്ലേ? അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. നിന്റെ ഒന്നും വാങ്ങിക്കാതെ, നിന്റെ ഒന്നും മേടിക്കാതെ നിന്നെ സ്നേഹിക്കുന്ന ദൈവം, ഇതാണ് യേശു ക്രിസ്തു. ഈ യേശുവിനെ ഇന്ന് രാത്രിയിൽ രക്ഷകനായി സ്വീകരിക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു പരിശുദ്ധാത്മാവ്. ഇന്ന് സ്വീകരിച്ചാൽ ആമേൻ, ഇന്ന് തന്നെ വിടുതൽ, ഇന്ന് രാത്രി തന്നെ വിടുതൽ. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടുകൾ ഇന്ന് രാത്രിയിൽ അഴിയുക, ഇന്ന് രാത്രി മോചിക്കപ്പെടുക, ഇന്ന് രാത്രി നീ നീതീകരിക്കപ്പെടുക, ഇന്ന് രാത്രി നിന്റെ വിടുതൽ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ. ഇന്ന് മുതൽ നിങ്ങൾ പറയണം, എൻ്റെ കുടുംബത്തിൽ ഇന്ന് അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരുവൻ കാൽവരി മലയിൽ എനിക്ക് വേണ്ടി പടഞ്ഞത് കാരണമാണ്. എൻ്റെ മക്കൾ ഇന്ന് പഠിച്ച് പരീക്ഷ പാസ്സായിട്ടുണ്ടെങ്കിൽ ഒരുവൻ കാൽവരി മലയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം ചെയ്തത് കാരണമാണ്. ഹല്ലേലൂയ. ഇന്ന് എനിക്കൊരു വാഗ്ദാനമുണ്ടെങ്കിൽ ഒരുവൻ കാൽവരി മലയിൽ എനിക്ക് വേണ്ടി പടഞ്ഞത് കാരണമാണ്. ഇത് വിശ്വസിക്കുവാനും ഇങ്ങനെ വിശ്വസിച്ച് ആരാധിക്കുവാനും ദൈവം നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്കിപ്പോൾ മാസ് പ്രയറിലേക്ക് വരാം. യേശുവെ വീടൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.